കൗരവസഭയിൽ സമാധാന ദൂതനായി എത്തിയതായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ദുര്യോധനൻ ഒരുക്കിയ രാജകീയ വിരുന്നുകളും കൊട്ടാര സൗകര്യങ്ങളും നിരസിച്ച് ഭഗവാൻ നേരെ പോയത് തന്റെ പ്രിയ ഭക്തനായ വിദൂരന്റെ ലളിതമായ കുടിലിലേക്കായിരുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിലെ ആഡംബരത്തെക്കാൾ വലുത് ഭക്തന്റെ ഹൃദയത്തിലെ സ്നേഹമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ വിദൂരർ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാനെ കണ്ട മാത്രയിൽ വിദൂരഭക്തി പരിസരബോധം മറന്നുപോയി. ലോകം മുഴുവൻ വണങ്ങുന്ന ആ പുഞ്ചിരി തൂകുന്ന മുഖം സ്വന്തം പടിക്കൽ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. അതിയായ ആവേശത്തോടെ അവർ ഭഗവാനെ അകത്തേക്ക് സ്വീകരിച്ചു. വിശപ്പടക്കാൻ എന്തെങ്കിലും നൽകണമെന്ന ആഗ്രഹത്താൽ അവർ കുറച്ച് വാഴപ്പഴങ്ങൾ എടുത്തു. എന്നാൽ ഭഗവാന്റെ ദിവ്യ രൂപത്തിൽ നോക്കി നിന്ന അവർ ഭക്തിയുടെ പരകോടിയിലായിരുന്നു. ആ ലഹരിയിൽ അവൾ വാഴപ്പഴം എടുത്ത് അതിലെ തൊലി മാത്രം കയ്യിൽ വെച്ച് വാഴപ്പഴം നിലത്തേക്ക് കളഞ്ഞു. അറിയാതെ സംഭവിച്ച ആ അബദ്ധം ഇങ്ങനെയായിരുന്നു. ഓരോ വാഴപ്പഴവും അവർ എടുക്കുമ്പോൾ സ്വാദുള്ള പഴം അവൾ താഴേക്ക് കളയുകയും വെറും പഴത്തൊലി മാത്രം ഭഗവാന് നീട്ടുകയും ചെയ്തു. ഭഗവാൻ ഒന്നും മിണ്ടാതെ ആ കൈകളിൽ നിന്ന് ഓരോ തൊലിയും വാങ്ങി അതീവ താല്പര്യത്തോടെ കഴിക്കാൻ തുടങ്ങി. ലോകനാഥന് ആ പഴത്തൊലി അപ്പോൾ ദേവാമൃതത്തെക്കാൾ മധുരമുള്ളതായി തോന്നി. കാരണം അതിൽ കലർന്നിരിക്കുന്നത് ഒരു ഭക്തിയുടെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. പെട്ടെന്നാണ് വിദൂരർ അവിടേക്ക് കടന്നു വരുന്നത്. കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. തന്റെ പത്നി ഭഗവാന് പഴത്തൊലി നൽകുന്നു. ഭഗവാൻ അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിക്കുന്നു. ഭഗവാനെ, അങ്ങ് എന്താണ് ഈ കഴിക്കുന്നത്? അത് വാഴപ്പഴമല്ല, അത് വാഴപ്പഴത്തിന്റെ തൊലി മാത്രമാണ്. ദേവി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഭഗവാന് നൽകുന്നത് പഴത്തൊലിയാണോ? വിദൂരർ പരിഭ്രമത്തോടെ ചോദിച്ചു. അപ്പോഴാണ് വിദൂരഭക്തി ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നത്. തനിക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞ അവർ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് വിതുമ്പി. എന്നാൽ ഭഗവാൻ മന്ദഹസത്തോടെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിദൂര, നിന്റെ പത്നി എനിക്ക് നൽകിയത് പഴത്തൊലി മാത്രമല്ല, അവളുടെ ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹമാണ്. സ്നേഹം ചാലിച്ചു നൽകുന്ന എന്തും എനിക്ക് അമൃതാണ്. ദുര്യോധനന്റെ കൊട്ടാരത്തിലെ രാജഭോജനത്തെക്കാൾ എത്രയോ മധുരമാണ് ഈ പഴത്തൊലിക്ക്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗ്യമായ വസ്തുക്കളെയല്ല, മറിച്ചത് നൽകുന്നവന്റെ ഉള്ളിലെ ഭാവത്തെയാണ് സ്നേഹിക്കുന്നതെന്ന വലിയ സത്യം ആ കുടിലിൽ വെച്ച് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. നാം ഭഗവാന് എന്ത് നൽകുന്നു എന്നതല്ല പ്രധാനം, എങ്ങനെ നൽകുന്നു എന്നതാണ്. ഭക്തിയോടെ അർപ്പിക്കുന്ന ഒരു തുളസിയില പോലും ഭഗവാന് തൃപ്തി നൽകും. ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ഭഗവാൻ എന്നും വസിക്കും. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ ഭക്തന്റെ ഭൗതികമായ കാഴ്ച വസ്തുക്കളെയല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ നിർമ്മലമായ സ്നേഹത്തെയും ഭാവത്തെയുമാണ് വിലമതിക്കുന്നത് എന്നാണ്. എത്ര വലിയ രാജഭോജനത്തെക്കാളും ആഡംബരത്തെക്കാളും ഭഗവാന് പ്രിയപ്പെട്ടത് ഭക്തിയോടെ നൽകുന്ന ലളിതമായ ഒന്നാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. വിദൂര ഭക്തിക്ക് അബദ്ധം സംഭവിച്ചിട്ടും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചത് അവരുടെ ഹൃദയം അത്രമേൽ ശുദ്ധമായതുകൊണ്ടാണ്. ചുരുക്കത്തിൽ അറിവോ ധനമോ പദവിയോ അല്ല, മറിച്ച് അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. വിദൂര ഭക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി എടുത്തു കാണിക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.